പ്രിയമുള്ളവരെ, ഏകദേശം ഒരു 10-80 വർഷങ്ങൾക്ക് മുമ്പുള്ള വാഹനങ്ങളാണ്. പല പ്രമുഖരും ഉപയോഗിച്ച, ആ സമയത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ച വാഹനങ്ങളാണ്. ഇന്ന് എത്ര സമ്പന്നരായാലും എത്ര സാധാരണക്കാരനായാലും വാഹനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അത്രമാത്രം കൗത്തോളം ലോൺ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച ആൾക്കാർ ഇന്ന് ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രയും പഴയ വണ്ടികളാണ് ഇതിലുള്ളത്. രാജാക്കന്മാർ രാജഭരണം ഉള്ളപ്പോഴും ബ്രിട്ടീഷ് ഭരണം ഉള്ളപ്പോഴും അതേപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതിനോട് അടുത്തുള്ള വർഷങ്ങളിലൊക്കെ ഉപയോഗിച്ച വണ്ടികളാണ്. അപ്പം ഇതൊക്കെ വന്നിട്ട് കാണാം. ഇത് ഉള്ളത് സിദ്ധാപുരത്തിനടുത്തുള്ള സ്ഥലത്താണ്. കൂർഗ് ഡിസ്ട്രിക്റ്റിൽ, അതായത് കർണാടക സ്റ്റേറ്റിൽ കൂർഗ് ഡിസ്ട്രിക്റ്റിൽ സിദ്ധാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം കാണുന്നില്ല അതിൻ്റെ ഒരു മോഡൽ. പഴയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു 50 വർഷത്തിന് മുമ്പേ ഉള്ള വാഹനങ്ങളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നത് ഇപ്പം 1946 ഒരു വണ്ടിയാണ് ഇത്. അങ്ങനെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ആ സമയത്തുള്ള മാനുഫാക്ചറിങ്, അതിൻ്റെ മോഡൽ എല്ലാം വളരെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ കാലഘട്ടത്തിൽ ഇതേപോലുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അതിശയം വരുന്നൊരു കാര്യമാണ്. ഇതേപോലത്തുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലത്ത് റോഡുകളൊക്കെ വളരെ മോശപ്പെട്ട റോഡുകളായിരുന്നു. ഇന്ന് റോഡുകളൊക്കെ നല്ല രീതിയിൽ വളർന്നു. അതേപോലെ നമ്മുടെ വാഹനങ്ങളിലെ ഫെസിലിറ്റിയൊക്കെ ഒരുപാട് വർദ്ധിച്ചു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ലാതെ നമ്മുടെ നിരത്തുകളിലൂടെ ഓടിയ രാജകീയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൗഢി ഉള്ള വാഹനങ്ങളായിരുന്നു ഇതൊക്കെ. എന്നിരുന്നാലും നിങ്ങൾ കാണാനുള്ള അവസരം ഉണ്ട്. അത് കർണാടക സ്റ്റേറ്റിൽ കൂർഗ് ഡിസ്ട്രിക്റ്റിൽ സിദ്ധാപുരത്തിനടുത്തുള്ള സ്ഥലമാണ്. എല്ലാവരും പോയിട്ട് കാണുക, മനസ്സിലാക്കുക. ഒരുപാട് ചിന്തകൾ അതേപോലെ തന്നെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, അതിൻ്റെ അറിവുകൾ തേടുന്നവർക്കൊക്കെ ഇത് ഉപകരിക്കപ്പെടുമെന്ന് വിചാരിക്കും.